ദൂരെ കിഴക്കുദിക്കിൻ മാണിക്യച്ചെമ്പഴുക്ക. അതിനൊരുപാട് ദുരർത്ഥങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയൊക്കെ അർത്ഥമുണ്ടോ അതിന്? എഴുതുമ്പോ ഞാനതൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. ബാഗി ജീൻസും ഷൂസും അണിഞ്ഞ് ടൗണിൽ ചെത്തി നടക്കാം എന്ന് എഴുതിയ ആള് തന്നെയാണ് ഇപ്പുറത്ത് വന്നിട്ട് മഴ പെയ്ത് മാനം തെളിഞ്ഞ നേരം. മഴ പെയ്തു മാനം തെളിഞ്ഞ കണിക്കൊന്നകൾ പൂക്കുമ്പോഴും ഒക്കെ എഴുതിയിട്ട് ഞാൻ പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് എസ് എൻ സ്വാമി പറയുന്നത്, എടാ ഒരു പാട്ട് കൂടി വേണം. അപ്പൊ ഈ ഞാനും സ്വാമിയും കൂടിയുള്ള ഈ തല്ലുപിടുത്തം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രവിയേട്ടൻ ഇങ്ങനെ എൻ്റെ അടുത്ത് മെല്ലെ പറഞ്ഞു, നീ ഒരു സാധനം എഴുതി തന്നിട്ട് നോക്കൂ, ബാക്കി കാര്യം ഞാൻ ഏറ്റു. പലവട്ടം പിന്നെയും ഞാൻ എഴുതുമ്പോഴൊന്നും അങ്ങനെ ആവുമെന്നോ ഒന്നും ചിന്തിച്ചിട്ടല്ല. എല്ലാ പാട്ടും ഹിറ്റാവാൻ തന്നെയാണ് എഴുതുന്നത്. ആ ഹിറ്റാവുക എന്ന് പറയുന്നത് എൻ്റെ പ്രൊഫഷൻ്റെ കൂടി ഒരു ആവശ്യമാണ്. ഹിറ്റായാൽ മാത്രമേ ഞാൻ ഡിമാൻഡുള്ള റൈറ്റർ ആവുകയുള്ളൂ, എന്നെ അടുത്ത പടത്തിന് അവർ വിളിക്കുകയുള്ളൂ. അതുകൊണ്ടിട്ട് പാട്ട് ഹിറ്റാവുക എന്നുള്ളത് പ്രൈമറി ആവശ്യമാണ്. ഇതിൽ ചെറിയൊരു സംശയമുണ്ട്. ഈ പൂവമ്പൻ അമ്പലം എന്ന് പറയുന്നത് കാമദേവന്റെ അമ്പലം. പൂവമ്പ്. കാരണം ഇവള് അമ്പലത്തിലേക്കാണല്ലോ പോകുന്നത്. പിന്നെയാണ് ഇത് പൂവമ്പന്റെ അമ്പലത്തിലേക്കാണ് പോകുന്നത്. എനിക്ക് അപ്പൊ തോന്നുന്നത് മാത്രമാണ്, അതിന്റെ പുറകിൽ ഒരു തിങ്കിങ് പ്രോസസ്സ് പോലും ഇല്ല. ഷിബു ചക്രവർത്തി സാറാണ് നമുക്കപ്പോൾ. ഹായ് സാർ. ഹലോ സാർ. മുൻപ് കാണുമ്പോൾ ഞാൻ ചോദിക്കാൻ വിട്ടുപോയ ഒരുപാട് പാട്ടുകളുണ്ട്. ചിലർക്കൊക്കെ ഇൻ്റർവ്യൂ ഇഷ്ടപ്പെട്ടപ്പോഴും ഇതിനെക്കുറിച്ച് സമാധാനമായിട്ട് സംസാരിച്ചുകൂടെ, എന്തിനാണ് ഇത്ര സ്പീഡിന് പോയെന്നാണ് ചിലരൊക്കെ ചോദിച്ചത്. എന്നുവെച്ചാൽ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ഇന്ന് നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ രവീന്ദ്രൻ മാഷുമായിട്ട് ചെയ്ത കണിക്കൊന്നകൾ പൂക്കുമ്പോൾ ഇപ്പോഴും നമ്മൾ വിഷുവിന് ഉപയോഗിക്കുന്ന പാട്ടുകൾ, അപ്പം ഇത്തരത്തിലുള്ള ഒരുപാട് പാട്ടുകൾ സാർ ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ രഞ്ജിനി കാസറ്റ്സിന് വേണ്ടിയിട്ട് ഒത്തിരി പാട്ടുകൾ ചെയ്തിട്ടുള്ളപ്പോഴും പാടം പൂത്ത കാലം പോലെയുള്ള ഈറൻ മേഘം പൂവും കൊണ്ട് ഇതൊക്കെ സൂപ്പർ ഹിറ്റുകളാണ്. ഇപ്പോഴും ലാലേട്ടൻ്റെ പാട്ടുകളിൽ ചർച്ച ചെയ്യപ്പെടുന്ന പാട്ടുകളാണ്. പക്ഷേ ഇതിനപ്പുറത്തേക്ക് പല പാട്ടുകളും എക്സിസ്റ്റ് ചെയ്യുന്നത്, ഇപ്പോൾ ബാഗി ജീൻസും ഷൂസും അണിഞ്ഞ് ടൗണിൽ ചെത്തി നടക്കാം എന്ന് എഴുതിയ ആൾ തന്നെയാണ് ഇപ്പുറത്ത് വന്നിട്ട് മഴ പെയ്ത് മാനം തെളിഞ്ഞ നേരം തൊടിയിലെ തൈമാവിൻ ചോട്ടിൽ ഒരു കൊച്ചു കാറ്റേറ്റ് വീണ തേൻ മാമ്പഴം ഒരുമിച്ച് പങ്കിട്ട ബാല്യം ഒരുമിച്ച് പങ്കിട്ട ബാല്യകാലം. ഇത് ഏത് കാലഘട്ടത്തിൽ നമ്മൾ കേട്ടാലും ആ വിഷ്വലൈസേഷൻ നമ്മുടെ മനസ്സിനകത്തേക്ക് വരുന്നൊരു പാട്ടാണ്. ഇത്തരം വിഷ്വൽസ് അന്നത് പകർത്തിയിടുമ്പോൾ ഇത്രയും കാലം ആ വിഷ്വൽസ് പേറും, അത് നമ്മളൊക്കെ ഇങ്ങനെ പേറി നടക്കും എന്ന് വിചാരിച്ചിരുന്നോ എന്ന് എനിക്കറിഞ്ഞൂടാ. ഇത് സത്യത്തിൽ സാറിൻ്റെ കുറേ കാലഘട്ടത്തിലെ രഞ്ജിനി കാസറ്റ്സിന് വേണ്ടിയുള്ള എഴുത്തിൻ്റെ ഒരു തുടർച്ചയും കൂടെയാണ്. ഇത്തരം പാട്ടുകൾ എഴുതാൻ കുറച്ചുകൂടെ എളുപ്പമായിരുന്നു. ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരുപാട് പാട്ട് എഴുതിയിട്ടുള്ളപ്പോഴും ഇത്തരം പാട്ടുകളുടെ ഒരു സൗകുമാര്യം ഏതൊരു പാട്ട് പോലെ തന്നെ നമ്മളിപ്പം മാമ്പഴത്തെക്കുറിച്ചുള്ള വലിയ കവിതകളുടെ കൂട്ടത്തിൽ തന്നെ നമുക്ക് പാടാൻ പറ്റുന്ന, സാർ ഇത് അപ്ലൈഡ് ആർട്ടാണെന്ന് പറയുമ്പോഴും ഈ പാട്ടൊക്കെ ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ പാട്ടൊക്കെ എഴുതുന്ന സമയത്തുള്ള മാനസികാവസ്ഥ ഇന്നത് കേൾക്കുമ്പോൾ സാറിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നത്? ഇത്രയും കാലം ഇത് എക്സിസ്റ്റ് ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നു? അല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ ആ ഒരു പോയിന്റ് തന്നെയാണ് അപ്ലൈഡ് ആർട്ട് എന്ന് ഞാൻ എപ്പോഴും പറയുന്ന. ഇത് കവിതയല്ല, അപ്ലൈഡ് ആർട്ടാണെന്ന് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ അകത്ത് മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഈ പാട്ടുകളെ പറ്റി ഓർത്ത് നടക്കുന്ന ഒരാളല്ല ഞാൻ. ഇത് ഞാൻ കൊണ്ട് നടക്കുന്നില്ല, ഞങ്ങളാണ് കൊണ്ട് നടക്കുന്നത്. തീർച്ചയായിട്ടും അതൊരു വലിയൊരു സന്തോഷമുണ്ട്. കാരണം വെച്ചാൽ ഞാൻ ഒരുപാട് സഞ്ചരിക്കുന്ന ഒരാളാണ്. ലോകത്തിന്റെ എവിടെ പോയാലും ഏതെങ്കിലും മലയാളികൾ നമ്മളെ ഏതെങ്കിലും പാട്ടുകളൊക്കെ ഇഷ്ടപ്പെടുന്നു എന്നറിയുമ്പോൾ ഒരു സന്തോഷമുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്തുള്ള ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പാട്ടിൻ്റെ നിലനിൽപ്പോ വിജയമോ ഒന്നും നമ്മളായിട്ട് അങ്ങ് എടുക്കാതിരിക്കുകയാണ് ബുദ്ധി. കാരണം വെച്ചാൽ ഇതൊരു പർട്ടിക്കുലർ സിറ്റുവേഷന് വേണ്ടിയിട്ട് ആ സമയത്ത് ഉണ്ടാക്കുന്നതാണ്. ഇത് നാളെ നിലനിൽക്കുമോ ഇല്ലെന്നൊന്നും അവിടെ ഒരു ഫാക്ടർ അല്ല. ആ പർട്ടിക്കുലർ സിറ്റുവേഷന് അത് സ്യൂട്ടാണോ എന്നുള്ളത് മാത്രമാണ്. അതായത് ഒരു സന്ദർഭത്തിന് അത് എത്രമാത്രം പൊലിപ്പിക്കുന്നുണ്ട്, അതിനോട് എത്രമാത്രം നീതി പുലർത്തുന്നുണ്ട്. ഇപ്പോൾ മഴ പെയ്തു മാനം തെളിഞ്ഞ കാലം, ഇത് പലപ്പോഴും നമ്മുടെ ഗൾഫിലേക്കുള്ള യാത്രകളിൽ, പ്രത്യേകിച്ച് ഗൾഫ് മലയാളികളുടെ ഇടയിൽ ഇത് എത്രമാത്രം സ്വാധീനം ചെലുത്തുന്നു, അവരെങ്ങനെ ഇത് കൊണ്ടു നടക്കുന്നു എന്ന് നമ്മൾ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അവരെ ഏറ്റവും ഗൃഹാതുരമായിട്ടുള്ള ഓർമ്മകളുടെ ഒപ്പം അവരെടുത്തു വെച്ചിരിക്കുന്ന പാട്ടാണ്.
ഇത് ഞാൻ എഴുതുമ്പോഴൊന്നും അങ്ങനെ ആവുമെന്നോ ഒന്നും ചിന്തിച്ചിട്ടല്ല. പക്ഷെ ഇന്നത് കാണുമ്പോൾ സന്തോഷമുണ്ട്. പക്ഷെ അത് എൻ്റെ മിടുക്കല്ല. ശ്രദ്ധിക്കപ്പെടാതെ പോയേക്കുന്ന എത്രയും പാട്ടുകളുണ്ട്. എല്ലാ പാട്ടും ഹിറ്റാവാൻ തന്നെയാണ് എഴുതുന്നത്. ആ ഹിറ്റാവുക എന്ന് പറയുന്നത് എൻ്റെ പ്രൊഫഷൻ്റെ കൂടി ഒരു ആവശ്യമാണ്. കാരണം എനിക്കത് ഹിറ്റായാൽ മാത്രമേ ഞാൻ ഡിമാൻഡുള്ള റൈറ്റർ ആവുകയുള്ളൂ, എന്നെ അടുത്ത പടത്തിന് അവർ വിളിക്കുകയുള്ളൂ. അതുകൊണ്ടിട്ട് പാട്ട് ഹിറ്റാവുക എന്നുള്ളത് പ്രൈമറി ആവശ്യമാണ്. അത് പലപ്പോഴും സംഭവിക്കുകയില്ല എന്നുള്ള മറ്റൊരു കാര്യം. കാരണം ഒരുപാട് ഫാക്ടേഴ്സ് ചേർന്നിട്ടാണ് ഒരു പാട്ടിനെ ഹിറ്റാക്കുന്നത്. ഹിറ്റായ പാട്ടുകളെ തന്നെ കാലത്തിനൊപ്പം കൊണ്ടുപോകുന്നത്. കാലാതിവർത്തി എന്നൊന്നും പറഞ്ഞ് ഞാൻ അതിനൊന്നും മഹത്വവൽക്കരിക്കാൻ നിൽക്കുന്നില്ല. എങ്കിലും കുറച്ചു കാലം കൂടുതൽ നിലനിൽക്കുന്നു എന്നുള്ള സിമ്പിളായിട്ടുള്ള വാക്കിൽ പറയുന്നത് അത് ഈ മനുഷ്യർ കൊണ്ടു നടക്കുന്ന അതിൻ്റെ ഒപ്പം ഇവരുടെ ബാല്യകാല സ്മരണകളോ ഇവരുടെ അനുഭവങ്ങളോ ഒക്കെ ചേർത്ത് വെക്കുന്നതുകൊണ്ടാണ്. ഞാൻ എഴുതിയത് കൊണ്ട് മാത്രമല്ല അത് നിലനിൽക്കുന്നത്. അവരുടെ ഓരോ ശ്രോതാവിൻ്റെയും ഓരോ പാട്ട് കേൾക്കുന്ന ഒരാളുടെയും അവരുടെ ഇമോഷൻ കൂടെ അതിൻ്റെ അകത്ത് ചേർത്ത് വെക്കുന്നതുകൊണ്ടിട്ടാണ്. കാരണം ഇതിനോട് സമാനമായിട്ടുള്ള അല്ലെങ്കിൽ ഒരുപക്ഷെ ഇതിനേക്കാൾ ബെറ്ററായിട്ട് ഞാൻ എഴുതിയേക്കുന്ന പല പാട്ടുകളും ആൾക്കാർ എടുത്തു വെക്കാത്ത പാട്ടുകളും ഉണ്ടാവും. പക്ഷെ ഇത് എടുത്തു വെച്ചേക്കുന്നത് അവരുടെ ഓർമ്മകളുടെ ഒപ്പമാണ്. അതുകൊണ്ടിട്ട് അതിൻ്റെ പാതി ക്രെഡിറ്റ് ഇത് കൊണ്ടു നടക്കുന്ന ആൾക്കാർക്ക് തന്നെ ഉള്ളതാണ്. തീർച്ചയായിട്ടും ഇല്ലേ? അതെ. ഇപ്പോൾ കണിക്കൊന്നകൾ പൂക്കുമ്പോൾ മണിക്കമ്മലും ചാർത്തുമ്പോൾ ആരേകും വിഷു കൈനീട്ടം എന്നാണ് ചോദിക്കുന്നത്. ആ ഒരു വരികളുടെ ഒരു രസമുണ്ടല്ലോ, അത് നമ്മൾ അങ്ങനെ തന്നെ പാടുകയുള്ളൂ. അതിനൊരു മ്യൂസിക്കൽ വരികളാണ്. കണിക്കൊന്നകൾ പൂക്കുമ്പോൾ മണിക്കമ്മലും ചാർത്തുമ്പോൾ ആരേകും വിഷു കൈനീട്ടം എന്ന് ചോദിക്കുന്നുണ്ട്. വിഷ്വലൈസേഷൻ ഉണ്ട്, ആ ഒരു താളമുണ്ട്. ഇത് രണ്ടും കൂടെ ചേർന്നിട്ട് അത് രവീന്ദ്രൻ മാഷിൻ്റെ പാട്ടാവുമ്പോഴും അതിൽ കുറേ വരികളുടെ സൗകുമാര്യം കൊണ്ട് അത് ശരിക്കും ഷിബു ചക്രവർത്തിയുടേത് കൂടിയാണ്. പാടുന്നത് ചിത്രചേച്ചി പാടുമ്പോൾ അത് ചിത്രചേച്ചിയുടെ പാട്ടും ആവും. ഇതെല്ലാം കൂടെ മിക്സായാണ്. ഇത് അപ്ലൈഡ് ആർട്ട് എന്ന് സാർ പറയുമ്പോഴും ഇതിൻ്റെ ഒരു ക്രാഫ്റ്റ് വർക്ക് ഇതിനകത്ത് നടന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് വേണമല്ലോ. അത് അപ്ലൈഡ് ആർട്ടിലും അത് ആവശ്യമാണ്. കാരണം അതിൽ ആർട്ടുണ്ടല്ലോ. പക്ഷെ അത് എന്തിനു ഉപയോഗിക്കുന്നിടത്താണ് അതിന്റെ പർപ്പസ് മാറുന്നത്. ഇതിപ്പോ ഞാൻ ഒരു കടലാസിൽ എഴുതി ബുക്കായിട്ട് പബ്ലിഷ് ചെയ്ത് ചിലപ്പോൾ കവിതയാവും. പക്ഷെ ഞാനിത് അപ്ലൈ ചെയ്തിരിക്കുന്ന സിനിമ എന്ന് പറയുന്ന ഒരു കൊമേഴ്ഷ്യൽ പ്രോഡക്റ്റ്, അതിൽ കുറച്ച് കലയുടെ അംശം ഉണ്ടെങ്കിൽ പോലും ബേസിക്കലി വ്യവസായ സിനിമയുടെ ഒപ്പം മാത്രം സഞ്ചരിച്ച വളരെ കുറച്ച് അഭയം പോലെയുള്ള ഇന്റർനാഷണൽ അവാർഡ് കിട്ടിയ ചില ഫിലിംസിന്റെ സ്ക്രിപ്റ്റ് ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ കൂടുതലും ഞാൻ വർക്ക് ചെയ്തിരിക്കുന്ന മുഴുവൻ പക്ക കൊമേഴ്ഷ്യൽ സിനിമയുടെ ഒപ്പമാണ്. അപ്പൊ ആദ്യത്തെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ വിജയം എന്ന് പറയുന്ന ഒറ്റ ഫാക്ടറിലാണ് നിൽക്കുന്നത്. പക്ഷെ എൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കഥാപാത്രങ്ങൾ ആവശ്യപ്പെടുന്ന, ആ കഥാസന്ദർഭം ആവശ്യപ്പെടുന്ന അതിനൊപ്പം എഴുതുക എന്നുള്ളതാണ്. അത് കുറച്ചൊക്കെ വിജയിച്ചിട്ടുണ്ടാവാം. സാർ, ഇപ്പോൾ ദൂരെ പകലിൻ്റെ തിരിമെല്ലെ താഴുമ്പോൾ ഗ്രാമം മിഴി പൂട്ടുമ്പോൾ പാടിത്തീരാത്ത പാട്ടുമായി സ്വപ്നത്തിൻ വാതിലിൽ വന്നവളെ. അപ്പോൾ ദൂരെ പകലിൻ്റെ തിരിമെല്ലെ താഴുമ്പോൾ, അത് തിരി എന്താണെന്ന് നമുക്കറിയാം. ഗ്രാമം മിഴി പൂട്ടുമ്പോൾ ഇത് സാധാരണഗതിയിൽ നമുക്ക് എളുപ്പത്തിൽ സങ്കല്പിക്കാൻ കഴിയുന്നതാണ്. പക്ഷേ ഒരുപാട് കവികൾ ഇത് സങ്കല്പിച്ചിട്ടുണ്ട്. അപ്പോഴും പുതുമ തേടുമ്പോൾ ഇതിൻ്റെ ഒരു ആവർത്തന വിരസത വരാൻ പാടില്ല. അപ്പം ഉള്ളിൽ നിന്ന് തന്നെ ഇത് ഉണ്ടാവും വേണം, വേറൊന്നും കോപ്പി അടിക്കാൻ പറ്റില്ല. ആ ഉള്ളിൽ നിന്നുണ്ടാവുന്ന ഒരു പ്രോസസ്സ് ഒരുപാട് കാലമായിട്ട് ഗാനരചയിതാക്കൾ തുടരുന്നതാണ്. അത് ശിബുചേട്ടൻ്റെ എഴുതുമ്പോൾ എൻ്റേതായി മാറണമെന്ന് ഒരു വിചാരം മനസ്സിനകത്ത് ഉണ്ടാവും. എവിടെന്നെങ്കിലും എൻ്റേതായിരിക്കണം ഈ ഭാവന എന്നുള്ളൊരു വിചാരം വരുമല്ലോ. ഈ പ്രോസസ്സൊക്കെ നടക്കുമ്പോൾ കിട്ടുമ്പോഴാണല്ലോ രസം. ചിലതൊക്കെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ചെയ്യേണ്ടി വരും. ഈ അപ്ലൈഡ് ആർട്ട് എന്ന് സാർ പറയുന്നതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്ന അവിടെയാണ്. ഇത് ഫാസ്റ്റായിട്ട് ചെയ്യേണ്ടി വരും. അപ്പോഴും വരുമോ? വന്ന ഭാഗ്യം. യഥാർത്ഥത്തിൽ എൻ്റെ അടുത്ത് എൻ്റെ വളരെ അടുത്ത സുഹൃത്തായിട്ടുള്ള മനോജ് കുരൂര് ഇപ്പോൾ നമ്മളൊരു ബുക്കിൻ്റെ അവതാരികയിൽ മനോജ് പറഞ്ഞു, കറുക വയൽ കുരുവി എന്ന് പ്രയോഗിക്കുന്നിടത്ത് ഈ കോമ്പിനേഷൻ ഉണ്ടല്ലോ. പിന്നെ എൻ്റെ എഴുത്തിൽ പല കവികളുടെയും പലപ്പോഴും മനോജ് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി സൂത്രപ്പണി ആവശ്യമുള്ളൂ പാട്ടെഴുതാൻ.
കാരണം വെച്ചാല് രൂപം മാറിയും മേക്കപ്പ് മാറിയൊക്കെ പല കവിതകളും സിനിമ പാട്ടായിട്ട് വരാറുണ്ട്. ഷിബുവിൽ അത് അധികം കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് അത് എൻ്റെ ഒരു കഴിവ് കേടാണ്, അല്ലാതെ കഴിവല്ല. കാരണം വെച്ചാല് ഞാൻ അങ്ങനെ ഏതെങ്കിലും പഴയ കവികളെ ഓർത്തിരിക്കുകയോ അങ്ങനെ ഒരു എന്താ കാവ്യ സംസ്കാരം കൊണ്ടു നടക്കുകയൊന്നും ചെയ്യുന്ന ഒരാളൊന്നുമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അപ്പം തോന്നുന്നത് മാത്രമാണ്, അതിന്റെ പുറകിലൊരു തിങ്കിങ് പ്രോസസ്സ് പോലും ഇല്ല. എനിക്ക് തോന്നുന്നു ഇപ്പോഴൊക്കെ എഴുതുമ്പോഴാണ് നമ്മൾ പിന്നെ ഇതിങ്ങനെയാണെങ്കിൽ എന്നൊക്കെ ചിന്തിക്കുന്നത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊന്നും ഒരു സമയമൊന്നും ഉണ്ടാവില്ല. മിക്കവാറും തിയേറ്ററിന്റെ വരാന്തയും തലേ ദിവസം രാത്രിയിൽ എന്താ മദ്രാസിലേക്കുള്ള യാത്രയും, പിറ്റേ ദിവസം രാവിലെ റെക്കോർഡിംഗ് ആയിരിക്കും, രാത്രി 12 മണിക്കായിരിക്കും ട്യൂൺ നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. അതുകൊണ്ടിട്ട് ഇത്രയും തിയേറ്ററിന്റെ എന്താ വരാന്തയിലും തിയേറ്ററിനകത്തും ഇരുന്നിട്ട് റെക്കോർഡിംഗ് നടക്കുന്നതിന്റെ ഇടയിൽ എഴുതിയിട്ടുള്ള, ഇപ്പൊ നേരത്തെ മഴ പെയ്ത് മാനം തെളിഞ്ഞ കാലം, അതിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ആ ദിവസത്തെ പറ്റി പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വന്നു. അതിൽ ഏറ്റവും രസമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാല് കണിക്കൊന്നകൾ പൂക്കുമ്പോഴും ഒക്കെ എഴുതിയിട്ട് ഞാൻ പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് എസ് എൻ സ്വാമി പറയുന്നത്, എടാ ഒരു പാട്ട് കൂടി വേണം. ഞാനിവിടെ ജോലിയുള്ള മനുഷ്യനാണ്, നമുക്ക് അധികം കിടന്നിട്ട് ഈ എന്താ പറക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ടിക്കറ്റും ബുക്ക് ചെയ്ത് എനിക്ക് നാളെ രാവിലെ അവിടെ എത്തിയേ പറ്റുള്ളൂ. എടാ അതായത് അന്നിങ്ങനെ പല ആൾക്കാരും ഒരു പടത്തിന് എഴുതുന്ന ശീലമൊന്നും ഇല്ലാത്തൊരു കാലം കൂടി. എടാ അതെങ്ങനെയാണ്, ഒരു പാട്ട് മസ്റ്റാണ്. അപ്പൊ ഈ ഞാനും സ്വാമിയും കൂടിയുള്ള ഈ തല്ലുപിടുത്തം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രവിയേട്ടൻ ഇങ്ങനെ എൻ്റെ അടുത്ത് മെല്ലെ പറഞ്ഞു, നീ ഒരു സാധനം എഴുതി തന്നിട്ട് നോക്കൂ, ബാക്കി കാര്യം ഞാൻ ഏറ്റു. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന ഡൈനിങ് ടേബിളും അല്ല, ഡൈനിങ് ഡെസ്ക് ഉണ്ട്, ബെഞ്ചും ഡെസ്കുമാണ്. ആ ഡെസ്കിൽ പേപ്പർ വെച്ചിട്ട് അവിടെ ഇരുന്ന് എഴുതിയ ഒരു കാര്യം. എനിക്ക് ട്രെയിനിന് പോകാൻ നേരമാണ്. അപ്പൊ അത്ര മാത്രം സമയം കൊണ്ടിട്ട് കടലാസിൽ എഴുതി രവിയേട്ടന് കൊടുത്ത് പോകുന്നതാണ് ആ പാട്ട്. അപ്പൊ എന്താ ഇത് കഴിഞ്ഞിട്ട് ഞാനിവിടെ വന്ന് 2 ദിവസം കഴിഞ്ഞിട്ടാണ് രവിയേട്ടന്, ഇതേപോലെ അന്ന് മൊബൈലൊന്നും ഇല്ലാത്ത കാലമായത് കൊണ്ടിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് രവിയേട്ടന് ഫോണിൽ കിട്ടുന്നത്. അപ്പൊ ഞാൻ രവിയേട്ടനോട് ചോദിച്ചു, അല്ല നമ്മളന്ന് ഞാൻ ലിറിക്സ് എഴുതി തന്ന ആ പാട്ട് എങ്ങനെ വന്നു? ആ എടാ ദാസിനത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. ദാസേട്ടനും ദാസിന് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. ആരാണ് എഴുതിയെന്നൊക്കെ ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞാൽ അറിയാം ദാസേട്ടന്റെ കോൺട്രിബ്യൂഷൻ അതിൻ്റെ അകത്ത്. കാരണം ഓരോ വാക്കും എത്ര ശുദ്ധതയോടുകൂടി സ്പഷ്ടമായിട്ട് ഒരു പാട്ടിൻ്റെതായിട്ടുള്ള ഒഴുക്കിനപ്പുറം നിർത്തി പറയുന്നത് പോലെ വളരെ മനോഹരമായിട്ടാണ് ദാസൻ റെൻഡർ ചെയ്തിരിക്കുന്നത്. ആ വരികളൊന്ന് പറയാം സാറേ, അത് കഴിഞ്ഞിട്ടുള്ള വരികൾ. പലവട്ടം പിന്നെയും മാവ് പൂത്തു, തൊടിയിലാ പൂക്കൾ വീണൊഴുകിപ്പോയി, പകൽ വർഷരാവിന്റെ മിഴി തുടച്ചു. അപ്പൊ ദാസേട്ടൻ അവിടെ പറയുമ്പോഴും പകൽ വർഷരാവിന്റെ മിഴി തുടച്ചു, കൃത്യമായിട്ട് ഇത് വെച്ചിട്ട് ദാസേട്ടൻ അത് പറഞ്ഞിരിക്കുന്നത്, റെൻഡർ ചെയ്തിരിക്കുന്നത്. അതാണ് അത്ര സ്പഷ്ടമായിട്ടാണ് ദാസേട്ടനത്. അപ്പോൾ ഞാനിത് കേട്ടിട്ട് രവിയേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് രവിയേട്ടനാണോ ദാസേട്ടനാണോ ട്യൂൺ ചെയ്തത്? അപ്പൊ ദാസേട്ടൻ അത്ര ആസ്വദിച്ച് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട്, ദാസേട്ടന് ആ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം എത്രമാത്രം കംഫർട്ടബിൾ ആയിട്ടാണ് ദാസേട്ടൻ അത് പാടിയേക്കണേന്ന്. അതായിരിക്കാം മനുഷ്യരുടെ മനസ്സിൽ വന്ന് തൊടുന്നതും കൂടി. അക്ഷരങ്ങളുടെയും ട്യൂണിന്റെയും അപ്പുറത്തേക്ക് ഹൃദയം തൊട്ട് പാടിയിരിക്കുന്നു. ആ ഫീൽ എന്ന് പറയുന്നുണ്ടല്ലോ, അത് അതിൽ നിറഞ്ഞു നിൽക്കുന്നതായിരിക്കാം ഗൾഫ് മലയാളികൾക്ക് മുഴുവൻ അത് പ്രിയപ്പെട്ടതാക്കി മാറ്റിയത്. അപ്പൊ നമ്മൾ ഒരാൾ മാത്രമല്ല, പല കോൺട്രിബ്യൂഷൻസ്, മ്യൂസിക് ആണെങ്കിലും ലിറിക്സ് ആണെങ്കിലും അത് റെൻഡർ ചെയ്തേക്കുന്ന ആ ഫീല്, ഓർക്കസ്ട്രേഷൻ, ഇങ്ങനെ എല്ലാം കൂടി ചേരുന്ന ഒരു കോമ്പിനേഷനാണ് ഒരു ഫുൾ സോങ് എന്ന് പറയുന്നത്. പാടം പൂത്ത കാലത്തിന്റെ ബാക്കി സ്റ്റാൻസ് ഒന്ന് പാടും. ദൂരെ പകലിന്റെ തിരിമെല്ലെ താഴുമ്പോൾ, ഗ്രാമം മിഴിപൂട്ടുമ്പോൾ, പാടിത്തീരാത്ത പാട്ടുമായി സ്വപ്നത്തിൻ വാതിലിൽ വന്നവളെ, നറുതേൻ മൊഴിയേ നറുതേൻ മൊഴിയേ
ഹൃദയം പറയും കഥ കേൾക്കൂ. കഥ കേൾക്കൂ, ഹൃദയം പറയും കഥ കേൾക്കൂ. അങ്ങനെ ഈ ഹുക്ക് ലൈൻസ് എന്ന് പറയും പോലെ ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ ഹുക്ക് ലൈൻസ് എന്ന് പറയില്ലേ, അതുപോലെ ഈറൻ മേഘത്തിൽ ഏറ്റവും നമ്മൾ ആസ്വദിക്കുന്നതാണ് മഴ കാത്ത് കഴിയുന്ന മനസ്സിൻ്റെ വേഴാമ്പൽ ഒരു മാരി മുകിലിനെ പ്രണയിച്ചു പോയി. രസകരമായ സങ്കല്പമാണ്. മഴ കാത്ത് കഴിയുന്ന മനസ്സിൻ്റെ വേഴാമ്പൽ ഒരു മാരി മുകിലിനെ പ്രണയിച്ചു പോയി. ഈ വരികൾ എഴുതുമ്പോൾ ഒരു ഹർഷം അനുഭവിച്ചിട്ടുണ്ടാവും, ഒരു സന്തോഷം അനുഭവിച്ചിട്ടുണ്ടാവും ആ ഒരു സങ്കല്പത്തെ കൊണ്ടുവരുമ്പോൾ. ഒരാശ്വാസമാണ് പലപ്പോഴും തോന്നുക. അതിൻ്റെ അകത്ത് രോമഹർഷങ്ങളൊക്കെ നമുക്കങ്ങനെ തോന്നാറില്ല. കാരണം എന്ന് വെച്ചാൽ കയ്യിൽ കിട്ടുന്ന ഒരു ട്യൂണാണ് നമ്മൾ എഴുതുന്നത്. കയ്യിൽ കിട്ടുന്ന ഒരു ട്യൂൺ എഴുതുമ്പോൾ ആ ട്യൂണിനെ ഒരു തരത്തിലും വേദനിപ്പിക്കാതെ അതിനെ എൻഹാൻസ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ടിൻ്റെ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള ഒരു ആവശ്യം അതിൻ്റെ ശബ്ദമാധുര്യം കൂടെയാണ്. ശബ്ദമാധുര്യമാണ് ആദ്യത്തെ കാര്യം. അപ്പോൾ ഏറ്റവും എന്താ സുന്ദരമായിട്ടുള്ള മനുഷ്യനെ അട്രാക്ട് ചെയ്യുന്ന കൊതിപ്പിക്കുന്ന ശബ്ദം ഉണ്ടാവുക. ഈ ശബ്ദം ആദ്യം ഉണ്ടാവുകയും ഈ ശബ്ദത്തിന് അർത്ഥം വരികയും ചെയ്യുമ്പോഴാണ് അത് നിലനിൽക്കുന്നത്. ഈ ശബ്ദ സൗകുമാര്യമാണ് ഒരാൾ ആദ്യം അട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ പൂവിൻ്റെ ഭംഗിയാണ് ഒരു ശലഭത്തിനെ അട്രാക്ട് ചെയ്യുന്നത്. പക്ഷെ അവിടെ സ്റ്റേ ചെയ്യിക്കുന്നത് അതിലെ തേനാണ്. ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് ഇത് പൂർണ്ണമാവുന്നത്. ഇത് ഈ പാട്ടിൻ്റെ എല്ലാം പ്രൈമറി തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അട്രാക്ട് ചെയ്യുന്ന മനുഷ്യന് ഏറ്റവും ഇഷ്ടം തോന്നുന്ന വാക്കുകൾ, ശബ്ദം. അതുകൊണ്ടാണ് നമ്മൾ ഒരിക്കലും ഒരു പെണ്ണിന് മഞ്ജു ഭാഷിണി എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അവൾ അടി തരും. പക്ഷേ ദാസേട്ടൻ മഞ്ജു ഭാഷിണി ഇന്ന് റെൻഡർ ചെയ്യുമ്പോൾ എന്തൊരു ഭംഗിയാണ്. വസുമതി എന്ന് പറയുമ്പോൾ എന്തൊരു ഭംഗിയാണ് അല്ലേ? ആ രണ്ട് വാക്കൊന്ന് സെപ്പറേറ്റ് ഒന്ന് എടുത്ത് നോക്കൂ. അതാ ഞാൻ പറഞ്ഞത്. അതിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊതിപ്പിക്കുന്ന ഭംഗിയാണ്. ഒപ്പം അതിൽ അർത്ഥം കൂടി. അപ്പോൾ ആദ്യത്തെ കാര്യം ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള വാക്കുകൾ ഉണ്ടാവുക എന്നുള്ളതാണ്. ഒപ്പം അതിലൊരു അർത്ഥവും കൂടി വന്നു എന്നുള്ളതാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ വരിയുടെ ഒരു ഗുണം. കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മൾക്കറിയാം, നമ്മളൊന്നും പ്രണയിക്കാൻ വേണ്ടി നടന്നിട്ട് പ്രണയിക്കുന്ന ആളല്ല. കടയിൽ പോയിട്ട് സാധനം വാങ്ങിക്കുന്ന പോലെ പ്രണയിക്കാൻ പറ്റില്ല. പ്രണയിച്ചു പോകുന്നതാണ്. അതാണ് ഒരു റിയാലിറ്റി. അപ്പൊ എനിക്ക് അറിഞ്ഞുകൊണ്ട് എഴുതിയതല്ലെങ്കിൽ പോലും, കാരണം അവിടെ പ്രണയിച്ചു പോയിന്ന് എഴുതാനുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ടായിരുന്നു. രാജേട്ടൻ രാജേട്ടൻ നമുക്ക് ആ ട്യൂൺ തരുമ്പോൾ അതിൻ്റെ അകത്ത് ആ സ്പേസ് ഉണ്ടായിരുന്നു. തരരാരി താരാരി താരാരി രാരാരി ഇങ്ങനെ വരുന്നിടത്ത് പ്രണയിച്ചു പോയി ആ ചൂ എഴുതാനുള്ള സ്പേസ് അവിടെ ഉള്ളതുകൊണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ അവിടെ വേറെ ആയിരിക്കും എഴുതുന്നത്. അപ്പൊ ആ മ്യൂസിക്കിൽ ആ സ്പേസ് അവിടെ ഉണ്ടായിരുന്നു. ആ സ്പേസ് നമുക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ്. ഈ കിട്ടുന്ന സ്പേസ് വയലാറിന് കിട്ടിയതും കൈതപ്രത്തിന് കിട്ടിയതും ശിവചക്രവർത്തിക്ക് കിട്ടിയതും ഗിരീഷിന് കിട്ടിയതൊക്കെ ഒരേ സ്പേസ് തന്നെയാണ്. വയലാർ അതില് വലിയ വലിയ അർത്ഥങ്ങളും മനോഹരമായിട്ടുള്ള, ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, പ്രണയോപനിഷത്തിലെ കൈയക്ഷരങ്ങൾ, നിന്നുണക്കുഴി പൂമൂടും കുറുനിരകൾ, കാറ്റു വന്ന അവയുടെ രചനാഭംഗികൾ മാറ്റുവാൻ നീ എന്തിനനുവദിച്ചു, ആ കാറ്റിനെ ഞാൻ ശപിച്ചു, അതെ, അത് നിന്റെ കാമുക ഹൃദയത്തിൽ ഒളിച്ചു. വേറെ ലെവൽ. നമ്മളുടെ മുൻപിലുള്ള പൂർവ്വ മാതൃകകൾ കിടക്കുന്നത് നമുക്ക്. അപ്പോ അതിൻ്റെ അങ്ങോട്ടൊന്നും എത്താൻ പറ്റില്ല. അതിന് തൊട്ടടുത്തൊക്കെ കുറച്ച് അടുത്തെത്താൻ ഉള്ള ഒരു ശ്രമം ഉണ്ട്. കാരണം ഇതാണ്. അപ്പൊ നമുക്കറിയാം, ഒരു സിനിമാ പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ മുൻപിലുള്ള പൂർവ്വ മാതൃകകൾ. അതിലേക്ക് എത്താൻ പറ്റില്ല. പക്ഷെ അതിനടുത്തെങ്കിലും എത്തിയില്ലെങ്കിൽ ഇത് പാട്ടാവില്ല എന്നുള്ള
കൃത്യമായിട്ടുള്ളൊരു ധാരണ കൂടെ ഇതിന്റെ പുറകിലുണ്ട്. തീർച്ചയായിട്ടും. അതിൽ തുടർന്നുള്ള വരികളെന്ന് പറയുന്നത് പൂവമ്പൻ അമ്പലത്തിൽ പൂജയ്ക്ക് പോകുമ്പോൾ പൊന്നും മിന്നും നിന്നെ അണിയിക്കും ഞാൻ. ഇതിൽ ചെറിയൊരു സംശയമുണ്ട്. ഈ പൂവമ്പൻ അമ്പലം എന്ന് പറയുന്നത് കാമദേവന്റെ അമ്പലം. പൂവമ്പ് അതാണല്ലേ? ഓ, അടിപൊളി. എനിക്കിത് ഞാൻ കേട്ടിട്ട് എനിക്ക് കിട്ടണില്ല. കാരണം ഇവള് അമ്പലത്തിലേക്കാണല്ലോ പോകുന്നത്, പിന്നെയാണ് ഇത് പൂവമ്പന്റെ അമ്പലത്തിലേക്കാണ് പോകുന്നത് എന്നുള്ളത്. ഓ, അത് കൊള്ളാൻ കിട്ടും. അത് സക്സസ് അല്ല. ഇതൊന്നും കൃത്യമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഇതിങ്ങനെ കൊണ്ട കെട്ടണം എന്നോ. പണ്ട് എൻ്റെ അടുത്ത് നമ്മുടെ ഒരു സുഹൃത്ത് ചോദിച്ചു, എടാ ഞങ്ങളുടെയൊക്കെ നാട്ടില് ചെമ്പരത്തിപ്പൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രാന്ത് വന്നവര് കാതില് വെക്കുന്നു എന്നുള്ളതായിരുന്നു ഞങ്ങളുടെയൊക്കെ മനസ്സിൽ. നീ അതെടുത്തിട്ട് ഇങ്ങനെ പ്രേമഗാനം എഴുതിയതെന്ന്. ഞാൻ പറഞ്ഞു അത് എങ്ങനെ എഴുതാതെ ഇരിക്കും, കാരണം ഒരു ട്യൂൺ കേൾക്കുന്നു, മനസ്സിൽ വന്ന ആദ്യത്തെ വാക്ക് ചെമ്പരത്തിപ്പൂ എന്നാണ്. പിന്നെ അതിനെ പ്രേമിക്കുന്ന പൂവാക്കി മാറ്റുക എന്നുള്ളതല്ലാതെ വേറെ ഒരു നിവൃത്തിയില്ല. അപ്പൊ ചില നിവൃത്തികേടുകളും ഇതിന്റെ പുറകിലുണ്ട്. എന്തായാലും നാച്ചുറലി വേറൊന്നുമല്ല, നമ്മൾക്ക് ഫാദർ നന്നായിട്ട് പാട്ട് പാടുമായിരുന്നു. നല്ല പാട്ടുകളുടെയും പ്രത്യേകിച്ച് നാടക ഗാനങ്ങൾ, ഞങ്ങള് വീടറിയാലോ, നാടകത്തിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഞങ്ങളൊക്കെ ജനിച്ചു വളർന്നപ്പോ തുടങ്ങി. അച്ഛൻ അത് മാത്രമല്ല, പാട്ടില്ലാത്ത അച്ഛനെ പറ്റി ചിന്തിക്കാനേ പറ്റില്ല. എപ്പോഴും അച്ഛൻ ഒന്നില്ലെങ്കിൽ അച്ഛൻ മൂളുന്നുണ്ടാവും, അല്ലെങ്കിൽ പാട്ട് കേൾക്കുന്നുണ്ടാവും, രണ്ടിലൊന്ന്. അപ്പൊ കായലിനക്കരെയൊക്കെ അച്ഛൻ പാടുന്നതാണ് ഒറിജിനലിനേക്കാൾ എനിക്കിഷ്ടം. കാരണം അച്ഛൻ്റെ ഒട്ടും എന്താ സ്വീറ്റ് ആയിട്ടുള്ള വോയിസ് ഒന്നുമല്ല, പക്ഷെ അസാമാന്യ ഫീലിംഗ് ആയിരുന്നു. അപ്പോൾ കർക്കിട കാറ്റത്തൊരു അന്തിക്ക് കായലിൽ മുത്തശ്ശി ഒറ്റയ്ക്ക് പോയി, പിറ്റേന്ന് നേരം ഇരുണ്ടു വെളുത്തു, മുത്തശ്ശി അമ്മയെ കണ്ടില്ല. ഇത് പാടി പിറ്റേന്ന് നേരം അമ്പലക്കായലിൽ വള്ളം മറിഞ്ഞു, പൊന്തി നടന്നു പങ്കായം എന്നൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ എന്ന് പറഞ്ഞിട്ട് സങ്കടം വരും. ഇത് എത്ര പ്രാവശ്യം ഞാൻ കേട്ടാലും. അപ്പൊ അച്ഛൻ ഇങ്ങനെ രാത്രി എന്താ ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാല് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ പഴയ തറവാടിന്റെ മുറ്റത്ത്, വലിയ വലിയ വീടായിരുന്നു, അപ്പൊ അതിന്റെ മുറ്റത്ത് അങ്ങടും ഇങ്ങടും നടക്കും. അപ്പൊ അച്ഛന്റെ വിരല് പിടിച്ചിട്ട് ഞാൻ നടക്കും, എൻ്റെ തൊട്ട് താഴെയുള്ള സിസ്റ്റർ അച്ഛൻ കയ്യിലെടുത്തിട്ടുണ്ടാവും. ഈ സമയത്ത് മുഴുവൻ ചക്കരപ്പന്തൽ തുടങ്ങി ഇങ്ങനെയുള്ള പാട്ടുകൾ അച്ഛൻ മൂളിക്കൊണ്ടേയിരിക്കും. കായലിനക്കരെ പോവാൻ കേട്ട് കഴിഞ്ഞാല് അന്ന് നമ്മൾ കരച്ചിലായിട്ട് നിൽക്കുള്ളൂ, കരയാതെ ആ പാട്ട് അത്ര ഫീലിംഗ് ആയിരുന്നു അച്ഛൻ പാടുന്നത്. അപ്പൊ ഈ ഒരു ഇതിൻ്റെ അകത്തുനിന്ന്, അതേപോലെ സൈകാളിന്റെ പാട്ടുകളാണെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള വസന്ത് ദേശായിയുടെ പാട്ടാണ് അച്ഛൻ്റെ പ്രിയപ്പെട്ട പാട്ടായിരുന്നു. ജനക് ജനക് പായൽ ബാജി എന്ന് പറയുന്നത് അതിൻ്റെ അകത്തൊരു പാട്ടുണ്ട്. അത് ഇതേപോലെ മനോഹരമായിട്ടുള്ള മെലഡിയാണ്. അത് പിന്നീട് നമ്മുടെ രവിമേനോന്റെ എഴുത്തിന്നാണ് ഞാൻ അറിഞ്ഞത് വസന്ത് ദേശായിയുടെ ഒരു മരണത്തിന്റെ ഭീകരതയെ പറ്റി. കാരണം ലിഫ്റ്റിൽ കുടുങ്ങിയിട്ട്, ഇന്നത്തെ പോലെ ഓട്ടോമാറ്റിക് ഒന്നും അല്ലാത്ത കാലത്ത് ലിഫ്റ്റിൽ കുടുങ്ങി മരിക്കുകയാണ് ചെയ്തത്. അന്ന് അച്ഛന്റെ പാടുന്ന ഫീലിലാണ് ആ പാട്ട് ഇഷ്ടമായിരുന്നെങ്കിൽ ഇന്ന് വസന്ത് ദേശായിയുടെ മരണവും കൂടെ അതിന്റെ പശ്ചാത്തലം. പക്ഷെ മനോഹരമായിട്ടുള്ള മെലഡിയാണ്. അത് എത്രയോ വർഷം, എനിക്ക് തോന്നുന്നത് ഞാനൊക്കെ ജനിക്കുന്നതിന് മുൻപുള്ള പാട്ടുകളാണ്. പക്ഷെ അത് ആ ഒരു പാട്ടുകൾ എന്താണ് എന്നുള്ളതിനെ പറ്റി നമുക്ക് ചെറുപ്പം തുടങ്ങി കൃത്യമായിട്ടൊരു ധാരണ, നല്ല പാട്ട് എന്താണെന്നുള്ളതിന് ധാരണയുണ്ടായിരുന്നു. അതേപോലെ ബാബുക്കയുടെ പാട്ടുകൾ, കടലേ നീലക്കടലേക്ക്. അപ്പോൾ ആദ്യമൊക്കെ എന്താ പറയണത്, തലത്ത് പോലെയുള്ള ഒരാൾ പാടുന്നത് അതൊന്നും അല്ല, അത് അതുവരെയും കേട്ട പാട്ടിൽ നിന്ന് വ്യത്യസ്തമാണ്. അങ്ങനെയുള്ള പാട്ടുകളെല്ലാം ചെറുപ്പം തുടങ്ങി നമ്മൾ കേട്ടുകൊണ്ടിരുന്നു. കാരണം നമ്മളുടെയൊക്കെ വീട്ടില് എന്താ ഇവരെല്ലാം കൂടി കഴിഞ്ഞാൽ പാട്ട്, നാടകം, അതിനെപ്പറ്റിയുള്ള സംസാരം ഒക്കെ തന്നെയാണ്. പി ജാനിനെ പറ്റി, പി ജാനി വൈഫിനെ പറ്റി എഴുതിയതാണ് ബിന്ദു ബിന്ദു ഒതുങ്ങി നിൽപ്പൂ എന്നിൽ ഒരു ഉൾക്കടസ്. അപ്പൊ ആ പാട്ടൊക്കെ സംസാരിക്കുമ്പോൾ എന്നൊക്കെ ഉള്ള സംസാരമൊക്കെ നമ്മളൊക്കെ വീടിന്റെ മുൻപില് അച്ഛന്മാരിരുന്ന് സംസാരിക്കാനുണ്ടാവും, അച്ഛനും അമ്മാവനും അമ്മാവന്മാരെല്ലാരും കൂടി ഇരുന്ന് സംസാരിക്കാനുണ്ടാവും. ഇപ്പുറം അടുക്കള ഭാഗത്ത് ഇതിനെ പറ്റിയുള്ള അമ്മമാരുടെ കമന്റ് ഉണ്ടാവും. അപ്പൊ ഞങ്ങൾ ഇതെല്ലാം കേട്ടിട്ടല്ലേ വളരുന്നത്. അപ്പൊ നാച്ചുറലി അതിൻ്റെ അകത്ത് എന്മാറിന് കുളിരേകാൻ
തേഞ്ഞു തീർന്നൊരു ചന്ദനമല്ലേ നീ എന്ന് പി ജാനണി എഴുതിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നില്ല പി ജാനണിയുടെ പാട്ടുകളെ പറ്റി എത്ര പേർക്ക് ധാരണയുണ്ട് എന്നുള്ളത്. ഞാൻ തന്നെ സാറ് പറഞ്ഞിട്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അതെ, പലരും അത് അറിയുന്നില്ല. അത് കാരണം വെച്ചാല് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പാട്ടുകളിൽ ഒന്നാണ് ആകാശഗംഗയിൽ ഞാനൊരിക്കൽ നീരാടി നിൽക്കുന്ന നേരം കേട്ടൊരു കിന്നര ഗാനം നോക്കി ഞാൻ കണ്ടു ഭവാനെ ഒരു ഓമനത്താമരത്തോണി തുഴഞ്ഞു പോകുന്നതായി. അടിപൊളി. ശിവചേട്ടൻ്റെ വ്യത്യസ്തമായ ഒരു പാട്ടാണ് ചെലച്ചെറു വീടു തരാം പൊന്നൂഞ്ഞാൽ ഇട്ട് തരാം പൊന്നോണ പൂത്തുമ്പി നീ വായോ എന്ന് പാടുന്നത്. ആ ഊഞ്ഞാലൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഏത് തുമ്പിയും വരും. അങ്ങനത്തെ ഒരു സ്റ്റൈലുള്ള അത്രയും നിഷ്കളങ്കമായിട്ട് അങ്ങനെ ഒരു ഊഞ്ഞാലൊക്കെ ഇട്ട് വിളിച്ചു കഴിഞ്ഞാൽ തുമ്പി വരില്ലേ എന്നുള്ളതാണ് നമ്മുടെ സങ്കല്പം. അതിനകത്തൊരു കുട്ടിത്തമുണ്ട്. അതല്ല, അതിൻ്റെ ഒരു കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾക്ക് 2 മാസ്റ്റേഴ്സാണ് നമ്മൾ വരുന്ന കാലത്ത്. പഴയ ക്ലാസിക്കൽ ഇതിൻ്റെ അകത്തു നിന്നുള്ള 2 മാസ്റ്റേഴ്സ് ഉള്ളത് ദേവരാം മാസ്റ്ററും അർജുന മാസ്റ്ററും. അപ്പോൾ ദേവരാം മാസ്റ്ററെ പറ്റി നമുക്ക് പേടിയാണ്. കാരണം നമ്മൾ ജനിച്ചപ്പോൾ തുടങ്ങിയേ കേൾക്കുന്നുണ്ട് ദേവരാം മാസ്റ്ററുടെ പേരും. നമ്മുടെ വീട്ടിൽ ഞാൻ പറഞ്ഞില്ലേ ഇവരുടെ ഡിസ്കഷനിൽ ഈ ദേവരാം മാസ്റ്ററുടെ കാര്യമൊക്കെ വരും. മോശിടനാണ്, ഭയങ്കര കർക്കശ സ്വഭാവത്തിനെ പറ്റിയൊക്കെ വീട്ടിലൊക്കെ ഇങ്ങനെ സംസാരം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ചെറുപ്പം തുടങ്ങിയ കേൾക്കുന്നുണ്ട്. സിനിമയിൽ വന്നപ്പോ നമ്മൾ കേൾക്കുന്നതെന്ന് പറഞ്ഞാല് ഒരുത്തനെ എഴുതി കൊണ്ടുപോയിട്ട് ചുരുട്ടി ഒറ്റ ഇങ്ങനെയുള്ള മാഷിന്റെ ഇങ്ങനെയുള്ള കഥകൾ കേട്ടിട്ട് അപ്പൊ നമ്മൾ എന്തിനാണ് വടി കൊടുത്ത് അടിമേടിക്കുന്നത്? അതുകൊണ്ടിട്ട് ദേവരാം മാസ്റ്റർ അടുത്തേക്ക് പോയില്ല. എങ്കിലും പഴയ ഇവരുടെ പാട്ടുകൾ കേട്ടിട്ടുള്ള ഒരു കൊതിയില് ഞങ്ങള് ന്യായവിധി എന്ന് പറയുന്ന പടം വന്നു കഴിഞ്ഞപ്പോൾ അർജുനൻ മാസ്റ്ററെ വിളിക്കാം. കാരണം അർജുനൻ മാസ്റ്റർ നല്ല മനുഷ്യനാണ്, തങ്കപ്പെട്ട മനുഷ്യൻ. അപ്പോൾ ഭാഷ വിളിക്കാം. അങ്ങനെ മാഷ് വരുന്നു, കയ്യിലൊരു കുടയൊക്കെ ആയിട്ട്, വളരെ സൗമ്യനും ഒക്കെ ആയിട്ടുള്ളൊരു മനുഷ്യൻ. അപ്പോൾ മാഷ് വരുന്നു. അപ്പോൾ ഞാൻ വളരെ റെസ്പെക്റ്റോടുകൂടി ഇരിക്കും. പക്ഷേ ഇരുന്ന് ഞാൻ തന്നെയാണ് എൻ്റെ സിറ്റുവേഷനെല്ലാം പറയുന്നത്. അപ്പോൾ ഡെന്നീസിൻ്റെ കൂടെ അക്കാലമല്ല തുടക്കം തുടങ്ങി സ്ക്രിപ്റ്റിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്തിരുന്നു കൊണ്ടിട്ടും ഡെന്നീസിനെ അസിസ്റ്റ് ചെയ്തിരുന്നു കൊണ്ടിട്ട് പലപ്പോഴും ഇങ്ങനെ ഈ പാട്ടിൻ്റെ സിറ്റുവേഷനൊക്കെ ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ തന്നെ ആയിരിക്കും. കാരണം എഴുതാണല്ലോ ഞാൻ തന്നെയാണല്ലോ. അപ്പോൾ മാഷിന് സിറ്റുവേഷൻ എല്ലാം പറഞ്ഞു കൊടുത്തു. മാഷ് ചോദിച്ചു, സാഹിത്യം വല്ലതും? ഞാൻ എവിടെ, നമ്മൾക്കങ്ങനെ ഒരു ശീലമേ ഇല്ല. നമ്മൾ എഴുത്ത് തുടങ്ങിയപ്പോഴേ ട്യൂണിട്ടിട്ടാണ് എഴുതി തുടങ്ങിയത്. അതുകൊണ്ടിട്ട് ലിറിക്സ് എഴുതുക അല്ലെങ്കിൽ കവിത എഴുതുക എന്ന് പറയുന്ന ഒരു ശീലമേ ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു, മാഷേ അങ്ങനെയൊന്നും എഴുതിയൊന്നും വെച്ചിട്ടില്ല. മാഷൊരു കാര്യം ചെയ്യുക, മാഷിന് ഏറ്റവും ഇഷ്ടമുള്ള ട്യൂണിട് ഞാൻ അത് എഴുതിയിട്ട് മാഷിനത് പോരെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ കവിതയായിട്ട് എഴുതിത്തരാം. എങ്കിലും നമ്മൾ വിചാരിക്കുന്ന മാഷ് ഇതുവരെ ചെയ്ത ഏറ്റവും ഇഷ്ടമുള്ള തരത്തിലുള്ള ഒരു ട്യൂൺ തന്നു. എന്നിട്ട് ഞാൻ ശ്രമിക്കാം, എഴുതാം. എഴുതിയിട്ട് മാഷ് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ഞാൻ വേറെ എഴുതിത്തരാം, കവിതയായിട്ട് എഴുതിത്തരാം. അങ്ങനെ മാഷ് അത്ര ഇഷ്ടമില്ലാതെ, കാരണം അവര് പഴയ സ്കൂളിന്റെ ഒരു ഇതുണ്ടല്ലോ. അപ്പൊ എൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ എഴുതി കഴിഞ്ഞാല് എൻ്റെ ഒരു താളത്തിലും എൻ്റെ ഒരു ഇതിലൊക്കെ അല്ലേ ഞാൻ എഴുതുള്ളൂ. നമ്മൾ വയലാറൊന്നും അല്ലല്ലോ. ഈ കിട്ടുന്ന ട്യൂൺ ഉണ്ടാക്കുന്ന ഇൻസ്പിറേഷനാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എനിക്ക് തോന്നുന്നു ഞാൻ ഇത്ര പാട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും വ്യത്യസ്തതയോ ഇതുണ്ടെങ്കിൽ പലപ്പോഴും ഈ ട്യൂൺ തന്നേക്കുന്ന ഇൻസ്പിറേഷനാണ്. കാരണം അത് നമ്മളെ പുതിയ ചലഞ്ചസിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഒരു ട്യൂൺ കേൾക്കുമ്പോൾ എങ്ങനെ തുടങ്ങണം, അല്ലെങ്കിൽ ഒരിക്കലും ചെമ്പരത്തി പൂവേ എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് ഒരിക്കലും തുടങ്ങില്ലല്ലോ. അത് തുടങ്ങാൻ കാരണം എന്തിനാ, തത്തരരിത്താരേ എന്ന് പറയുന്ന ഒരു ട്യൂൺ വന്നുകൊണ്ടിട്ട് വേറെ നിവൃത്തിയില്ല. അപ്പൊ തോന്നിയ വാക്കതാണ്. ആ വാക്ക് കിട്ടിക്കഴിയുമ്പോഴാണ് ഇപ്പൊ ദേവനെ നീ കണ്ടോ, സ്വർണരഥഘോഷം, അമ്പലത്തിൽ ഇന്നല്ലയോ സ്വർണരഥഘോഷം എന്നൊക്കെ വന്നത് ഈ ചെമ്പരത്തിപ്പൂ എന്ന് പറയുന്ന സാധനത്തിനെ ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അവിടെ വെച്ചിട്ട് നമുക്കൊരു പുതിയ തോട്ട് വരികയാണ്. അപ്പൊ അങ്ങനെ മാഷിനെ നിർബന്ധിച്ച് ട്യൂൺ ഇടിച്ചതാണ് ചെല്ലച്ചെറു വീട് തരാം.
പൊന്നു ഞാനിട്ട് തരാം, പൊന്നോണപ്പൂത്തുമ്പി നീ വായോ. അത് കഴിഞ്ഞിട്ട് ഞാനൊരു കഥ പറയാം, കാതിലൊരു കഥ പറയാം. അത് മാത്രമല്ല, അതിന് ഇവര് തമ്മിലുള്ള ഒരു ഇന്റിമസിയുടെ സീക്വൻസ് ആണ് അവിടെ വരുന്നത്. കാരണം അവരെ മാരേജ് കഴിഞ്ഞിട്ടുള്ള ഏറ്റവും ഇന്റിമേറ്റ് ആയിട്ടുള്ള ഇത് വർക്ക് ചെയ്യാനുള്ളതാണ്. അപ്പൊ അതുകൊണ്ടിട്ടാണ് അതിൽ ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ടല്ല നമ്മൾ എഴുതുന്നത്. ആ സിറ്റുവേഷൻ ആവശ്യപ്പെടുന്നതായിരുന്നു അതിനെഴുതിയത്. അപ്പൊ പൊന്നോണം പൂത്തുമ്പി അവിടെ ഓൾറെഡി ഊഞ്ഞാലിൽ വന്നിരുന്നിരുന്നു സിറ്റുവേഷൻ വൈസ്. അത് നമ്മള് പാട്ടായിട്ട് എഴുതിയെന്ന് മാത്രം. ആ തുമ്പി നോക്കി എഴുതിയതാണ്. ഓക്കെ. ചിലപ്പോ തീരം തേടുവോളം പ്രേമ ഗീതങ്ങൾ തന്നു, ഈണം ചേർത്തു ഞാൻ ഇന്ന് കാതിൽ പറഞ്ഞു, ഈ രാവിൽ ഞാൻ നിന്നെ തൊട്ടു തൊട്ടുണർത്തും, നിന്നങ്കുലുകൾ ലാളിക്കും ഞാനൊരു ചിത്രവിഭഞ്ചികയായി. ഈ ചിത്രവിഭഞ്ചിക മീട്ടുന്നത് ശരിക്കും മടിയിൽ വെച്ചോ ഇല്ലെങ്കിൽ ആ ഒരു സ്റ്റൈലിലാണ്. അപ്പോൾ ഞാനൊരു ചിത്രവിഭഞ്ചിക എന്ന് പറഞ്ഞാൽ അവൾ ചിത്രവിഭഞ്ചിക എന്നാണ്. അപ്പോൾ അയാൾ അത് മീട്ടി എന്നാണ്. ഇത് പ്രേമത്തിൻ്റെ ഇല്ലെങ്കിൽ ഒരു ഇറോട്ടിക് ആയിട്ടുള്ള ഒരു സോങ് ആണ്. അപ്പം അതിനകത്ത് ഈ തീരം തേടുവോളം എന്ന് പറയുമ്പോൾ തീരം തേടുന്ന ഓളം കൊടുത്തതാണോ അതേ അത്രത്തോളം പാട്ടുകൾ കൊടുത്തു ആ രാവിലെ? തീരം തേടുന്നത് പോലെ റാൻഡമായിട്ട് ഇങ്ങനെ പാട്ടുകൾ വന്നുകൊണ്ടിരുന്നു. അതെല്ലാം ഞാൻ അങ്ങോട്ട് പറഞ്ഞു തന്നു, അതൊക്കെ ഈണം ചേർത്ത് അയാൾ കാതിൽ ചൊല്ലി. അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? തീരം ഞാൻ പറഞ്ഞില്ലേ, അത്ര വലിയ ചിന്തകളൊന്നും നമ്മുടെ പാട്ടെഴുത്തിൽ ഉണ്ടാവാറില്ല. പക്ഷെ അതിൻ്റെ അകത്തുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഡിഫറെന്റ് ട്യൂണായിരുന്നു. നോർമലി വരുന്ന ഒരു പാറ്റേൺ അല്ലത്. അപ്പോൾ അതൊരു ക്ലാസിക്കൽ കീർത്തനം എടുത്തിട്ട് ഔസേപ്പ് അതിൻ്റെ വേറൊരു പാറ്റേണിലാക്കിയതാണ്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ത്രില്ല് തോന്നി. ചലഞ്ചിങ്ങുമാണ്, നോർമൽ എഴുതാൻ പറ്റുന്ന ഒരു ഇതല്ല. തീരം തീടുമോളം തങ്ങൾ തന്നു, ഈണം ചേർത്തു ഞാനിന്നു കാതിൽ. അപ്പൊ അതിന്റെ ട്യൂണ് നോക്കിയേ, താരം തന്ത താരം തന്ത താരം തന്തരം. ഇതാണ് അതിന്റെ തത്തകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതിന്റെ മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലാണ് പോകുന്നത്. അത് നോർമൽ ഒരു പാറ്റേണിൽ നിന്ന് മാറിയാണ് പോകുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒപ്പം തന്നെ അതിനകത്തൊരു കോൺസെപ്റ്റ് വേണം. ആ കോൺസെപ്റ്റ് ആണ് അതിൻ്റെ അകത്ത് ഇതായത്. അല്ലാതെ അതിന് ഇന്ന അർത്ഥവ്യാപ്തി വേണമെന്നോ, അർത്ഥം എന്തെങ്കിലും വന്നു എങ്കിൽ സന്തോഷം. അപ്പൊ അങ്ങനെ അതേ ഞാൻ പറഞ്ഞത്, അത്രയൊന്നും ആലോചിച്ചിട്ടല്ല ഞാനൊന്നും പാട്ട് എഴുതിയിരിക്കുന്നത്. ആലോചിച്ചിട്ട് പാട്ട് എഴുതുന്ന ആൾക്കാര് ഉണ്ടാകുമായിരിക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഫ്ലോയിൽ വരുന്നത് അങ്ങോട്ട് എഴുതുന്നു എന്നല്ലാതെ. എൻ്റെ അടുത്ത് കൊച്ചുമോള് എൻ്റെ അടുത്ത് ചോദിച്ചതെന്ന് വെച്ചാല്, അവളുടെ അമ്മയുടെ അടുത്ത് ചോദിച്ചാൽ, ഈ അങ്കിൾ എങ്ങനെയാണ് വേളിക്ക് ചൂടുവാൻ പൂ പോരാതെ മാനത്തും പിച്ചകപ്പൂ വിരിഞ്ഞു, എങ്ങനെ ഇതെങ്ങനെ കൺസീവ് ചെയ്യാൻ പറ്റുന്നത്? അപ്പൊ അവള് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ മോള് ചോദിക്കേണ്ടത്. അപ്പൊ തോന്നിയത് അങ്ങനെ എഴുതി, അല്ലാതെ അതിന് ഇങ്ങനൊരു അർത്ഥവ്യാപ്തിയോ എന്തെങ്കിലുമൊക്കെ അർത്ഥം വേണം എന്നുള്ളതിൽ തന്നെയാണ്. പക്ഷെ അതിന് ഇത്രമാത്രം ഇതൊന്നും നമ്മൾ കൽപ്പിച്ചിട്ടില്ല. പക്ഷെ അദ്ദേഹം പറയുന്നത്, ഇത് നമ്മൾ എഴുതി കഴിയുന്നതോടുകൂടെ അതിൽ സ്വപ്നങ്ങളും നമ്മുടെ മോഹങ്ങളും ഓർമ്മകളും എല്ലാം ആഡ് ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ പാട്ട് മനോഹരാവുന്നത്. എന്റെ സ്വപ്നങ്ങളെ ഞാൻ അതിൽ കൊളുത്തിയിടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടിട്ടാണ് ഇതിൽ എനിക്ക് വലിയ ക്രെഡിറ്റ് ഒന്നും ഇല്ലാന്ന് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾക്ക് മനസ്സിലാക്കിയത്, തീരം തേടുവോളം അത്രത്തോളം പാട്ട് എന്ന് വെച്ചാൽ അത്രത്തോളം പ്രേമം ഉള്ളതുകൊണ്ട് അത്രത്തോളം പാട്ട് കൊടുത്തു, അതെല്ലാം ഈണം ചേർത്ത് തിരിച്ച് അവളുടെ കാതിൽ ചൊല്ലിക്കൊടുത്തു. അങ്ങനെയാണ് അന്ന് രാത്രി, ഇല്ലെങ്കിൽ അവർ ഉറങ്ങില്ല, അന്ന് രാത്രി അവരെങ്ങനെയാണ് കഴിഞ്ഞതെന്നാണ് ഞങ്ങൾ സങ്കല്പിക്കാൻ ശ്രമിച്ചേക്കുന്നത്. അത് നല്ല കാര്യം. കാരണം ഞാൻ അങ്ങനെ ഒരു സാധനത്തിനെ പറ്റി ഇന്നേവരെ ചിന്തിച്ചിട്ട് പോലുമില്ല. ഞാൻ അങ്ങനെ ഒരു അർത്ഥതലം അതിനുണ്ട് എന്നുള്ളത് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. ഒരാൾ പറഞ്ഞു, ദൂരെ കിഴക്കു ദിക്കിൻ മാണിക്യച്ചെമ്പഴുക്ക ഞാനിന്ന് എടുത്തു വെച്ച് എന്റെ വെറ്റില താമ്പാളത്തിൽ. അതിനൊരുപാട് ദുരർത്ഥങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമേ, അങ്ങനെയൊക്കെ അർത്ഥമുണ്ടോ അതിന്? എഴുതുമ്പോ ഞാനതൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയുന്നത് പോലെ ഈ പാട്ടിന് ഇങ്ങനെ ഒരു അർത്ഥതലം ഉണ്ടെന്നുള്ളതൊന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. ഈ സാർ പറഞ്ഞോട് ചോദിക്കാൻ സന്ദർഭവശാൽ,
ഈ ദൂരക്കിഴക്കുതിക്കൻ അത് സൂര്യനാണല്ലോ, മാണിക്യ ചെമ്പഴുക്ക അത് അങ്ങനെയാണെന്ന് തോന്നി, ചെമ്പഴുക്കയായിട്ട് തോന്നി. അത് ഞാനന്ന് എടുത്തു വെച്ച് എൻ്റെ വെറ്റില താമ്പളത്തിൽ അങ്ങനെ തോന്നിയതുകൊണ്ട് ഞാനത് സങ്കല്പിച്ച് എടുത്തു വെച്ചു. അങ്ങനെ തന്നെയല്ലേ അത് വരി വായിക്കേണ്ടത്? അത് തന്നെയാണ് അതിന്റെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള മീനിങ്. അതിൽ ഓരോരുത്തരും അവരുടെ ഭാവനയ്ക്കും വികല ഭാവനയ്ക്കും അനുസരിച്ചിട്ട് പലതും അപ്ലൈ ചെയ്യുന്നുണ്ട്. അത് അങ്ങനെയൊന്നും അല്ല അതിന്റെ അർത്ഥം എന്നുള്ളത്. ഞാൻ എഴുതിയതെന്ന് പറഞ്ഞാല് മാണിക്യ ചെമ്പഴുക്ക എന്ന് പറഞ്ഞാൽ പഴുത്ത ചെമ്പഴുക്ക, പഴുത്ത അടക്ക, സൂര്യനാവുന്ന ദൂരെ കിഴക്ക് ഉദിക്കും മാണിക്യ ചെമ്പഴുക്ക ഞാൻ എടുത്ത് വെച്ചു എൻ്റെ വെറ്റില താമ്പളത്തിൽ. അത് മുഴുവൻ കേരളത്തിന്റെ ഈ പറയുന്ന നല്ല തളിർ വെറ്റില നുള്ളി വെള്ളം തളിച്ചു വെച്ച്, തെക്കൻ പൂകല നന്നായി വെട്ടിയെരിഞ്ഞു വെച്ച്, അതെല്ലാം ഒരു വടക്കൻ പാട്ടിന്റെയും ഒക്കെയുള്ള നമ്മുടെ ഒരു പാരമ്പര്യത്തിന്റെ ഒരു വടക്കൻ പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ വടക്കൻ പാട്ടിലെ എല്ലാ ഉപമകളും വരുന്നത് ഇപ്പൊ പെണ്ണുങ്ങളാണെങ്കില് ആണുങ്ങളാണെങ്കില് പുള്ളി ചുണങ്ങ് വേണം, ഇങ്ങനെയൊക്കെയുള്ള കുറെ ടിപ്പിക്കൽ മാതൃകകളുണ്ട്. ആലില വയറ് എന്നൊക്കെ പറയുന്നത് ഇത് റിപ്പീറ്റഡ് ആയിട്ട് ആൾക്കാർ പാടിയിരുന്ന പാട്ടുകളാണ്. അതുകൊണ്ടിട്ട് തന്നെ ഞാനും പലപ്പോഴും ഈ പറയുന്ന വടക്കൻ പാട്ടിൽ നിന്നുള്ള പല ബിംബങ്ങളും പ്രയോഗങ്ങളൊക്കെ വെള്ളം തളിച്ചു വെച്ച് മുറ്റം തൂത്ത് തളിക്കുക എന്നൊക്കെയുള്ള പ്രയോഗമൊക്കെ ഞാൻ ഒരുപാട് എടുത്തിട്ടുണ്ട്. അതെല്ലാം ഈ വടക്കൻ പാട്ടിന്റെ കണ്ടിന്യൂസ് വായനയിൽ നിന്ന് എന്നെ ഇൻസ്പയർ ചെയ്ത കാര്യങ്ങളാണ്. കാരണം അത് കേരളത്തിന്റെ ഒരു തനത്ത് നമ്മുടെ കൾച്ചറിന്റെ ഭാഗമായിട്ട് അവിടെ കിടപ്പുണ്ട്. അപ്പൊ അതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് നമ്മുടെ സ്വന്തം എന്നുള്ള ഒരു ഇത് വരും അതിൻ്റെ അകത്ത്. അതുകൊണ്ടിട്ടാണ് അത് ഉപയോഗിച്ചിരുന്നത്. ഈ മാണിക്യ ചെമ്പഴുക്കയുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരള ഫോക്കിലുള്ളത് തന്നെ, അധികം അതിനു മുമ്പ് ഉപയോഗിക്കപ്പെട്ടിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് വളരെ പ്രിയപ്പെട്ടതായിരുന്നു ഈ മാണിക്യ ചെമ്പഴുക്ക, ഓടുന്നുണ്ട് ഈ മാണിക്യ ചെമ്പഴുക്ക എന്നുള്ള പ്രയോഗം എന്നെ കൊതിപ്പിച്ചിട്ടുള്ളതാ. അത് ഇത് കൂടാതെ ഞാൻ അത് വീണ്ടും ഉപയോഗിച്ചിട്ടുണ്ട്. അത് മാണിക്യ ചെമ്പഴുക്ക എന്നുള്ള ഈ ചിത്രം ഹിറ്റായി കഴിഞ്ഞപ്പോൾ ഈ മാണിക്യ ചെമ്പഴുക്ക എന്നുള്ള പേര് എടുത്തിട്ട് തുളസീദാസ് മറ്റു പടം ചെയ്തു. അതിന്റെ പാട്ടെഴുത്തുകാരൻ ഞാനായിരുന്നു. അപ്പോ അതിന്റെ മ്യൂസിക് നമ്മളെ രാജാമണിയായിരുന്നു. നമ്മുടെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു ആ കാലത്തില് നമ്മളെ വിട്ടുവീഴ്ച. അപ്പോ രാജാമണി ഞാനും ഒന്നിച്ച് കമ്പോസിങ്ങിന് ഇരുന്ന് കഴിഞ്ഞാൽ തമാശ എല്ലാം പറഞ്ഞ് അങ്ങനെയുള്ള ഒരു ഇതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് കമ്പോസിങ് എല്ലാം കഴിഞ്ഞ് അതിൻ്റെ ഇടയിലാണ് അപ്പൊ ഈ പാട്ട് മാണിക്യ ചെമ്പഴുക്ക എന്നുള്ള പടത്തിന് വേണ്ടിയിട്ടല്ലേ. അപ്പോ എൻ്റെ അടുത്ത് രാജാമണി ചോദിച്ചു, എടാ ഈ മാണിക്യ ചെമ്പഴുക്ക എന്ന് പറഞ്ഞ എന്താ സാധനം? അപ്പൊ ഞാൻ പറഞ്ഞു അതിൽ വലിയ നമ്മുടെ അടക്കയാണ്. അപ്പൊ അത് പഴുത്ത അടക്കൊക്കെയാണ് മാണിക്യ ചെമ്പഴുക്ക. ചുവന്ന നിറത്തിലെത്തിയ ചെമ്പഴുക്ക എന്ന് പറയുന്ന അതിനാണ്, അടക്കയാണിത്. അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞ അത്രയല്ല, അത് ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള വാക്കല്ലേ. അത് ശരിയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു ഓടുന്നുണ്ട് മാണിക്യ ചെമ്പ ഈ പ്രയോഗം ഇതിങ്ങനെ വെച്ചിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു അത് മലയാളത്തിന്റെ ഒരു ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരു മീറ്ററാണ്. അപ്പൊ ഞാൻ പറഞ്ഞ അതിൽ എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസിയാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ മാനത്തെങ്ങാണ്ടുമെങ്ങാണ്ടുമുണ്ടേ മാണിക്യ ചെമ്പഴുക്ക തോണ്ടിപ്പറിച്ച് ഇത് പറയുമ്പോഴേക്കും ഇയാൾ അവിടെ ഇരുന്ന് തപ്പെടുത്തിട്ട് താളം പിടിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ വെറുതെ ഇങ്ങനെ അതിന്റെ കൂട്ടത്തില് ഇപ്പൊ ഞാനിങ്ങനെ മാനത്തെങ്ങാണ്ടുമെങ്ങാണ്ടുമുണ്ടേ മാണിക്യ ചെമ്പഴുക്ക തോണ്ടിപ്പറിച്ചിന്ന് വെറ്റില നൂറും തയ്ച്ചാരോ മുറുക്കി തുപ്പി വാനം ആകച്ചോ വന്നുപോയി. ഇത് പാടിക്കൊണ്ടിരിക്കുമ്പോൾ തുളസീദാസ് കയറി വന്നു. തുളസീദാസ് ഈ പാട്ട് ഏത് സിറ്റുവേഷന്? അങ്ങനെ സിറ്റുവേഷൻ അല്ല, നമ്മൾ വെറുതെ പാടിയതാണ്. പക്ഷെ ഈ ടൈറ്റില് എന്തായാലും നിങ്ങൾക്ക് ടൈറ്റിൽ എന്തെങ്കിലും മ്യൂസിക് വേണമല്ലോ, ഇത് നമുക്ക് ടൈറ്റിൽ സോങ് ആയിട്ട് ഉപയോഗിച്ചാലോ? ഇപ്പൊ തുളസി പറഞ്ഞു അതിന് ബഡ്ജറ്റ് എവിടെ ഉണ്ട്, ഇത്രയും പാട്ടൊക്കെ ഉണ്ടാക്കിയത് മതി, ഇനി ഒരു പാട്ടിന് ബഡ്ജറ്റ് ഒന്നും വേണ്ട. ഇത് ഇഷ്ടമായിട്ട് രാജാമണി പറഞ്ഞു, നോക്ക് ഞാനത് ഫ്രീ ആയിട്ട് റെക്കോർഡ് ചെയ്ത് തന്നേക്കാം. അല്ല താനത് ഫ്രീ ആയിട്ട് ചെയ്യുമായിരിക്കും, ബാക്കിയുള്ള എക്സ്പെൻസോ പാട്ടുകാർക്ക് പൈസ കൊടുക്കണോ? അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഫ്രീ ആയിട്ട് എഴുതി തന്നേക്കാം. അതും അതെ.
അപ്പൊ ഇയാൾ പറഞ്ഞു അത് പാട്ടുകാർക്കോ പൈസ കൊടുക്കാൻ ഇതില്ലാത്ത കൊടുക്കണ്ടാത്ത ഏതെങ്കിലും സിംഗറെ വിളിച്ചോളാം. അങ്ങനെയാണ് ഞാൻ രാജാമണിയും കൂടി ഞങ്ങളുടെ കോമൺ ഫ്രണ്ട് ആയിട്ടുള്ള കീരവാണിയെ വിളിപ്പിക്കുന്നത്. കീരവാണി ഫ്രീ ആയിട്ട് വന്ന് പാടി തന്നതാണ്. ഇന്ന് അതിന്റെ വില അതെ, ഒന്ന് ആലോചിച്ച് നോക്ക്. അത് കീരവാണിയുടെ ശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത്തിരി ഒരു ഫോക്ക് ടച്ച് വരുന്ന ശബ്ദമാണ്, ഒപ്പം തന്നെ അസാമാന്യ ഫീലിംഗുമാണ്. കീരവാണി സുജാതയും കൂടി ചേർന്നിട്ടാണ് ആ പാട്ട് പാടിക്കുന്നത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കമ്പോസിഷനും ഇപ്പം അതിന് രാജാമണിയുടെ ഒരു വേർപാടുണ്ടാക്കുന്ന ഒരു വിഷമമുണ്ടെങ്കിലും ഞാനും കീരവാണിയൊക്കെ ഇപ്പോഴും എന്തെങ്കിലും സംസാരിക്കാൻ കിട്ടിയാൽ അത് പാട്ടിനെ പറ്റി പറയാറുണ്ട്. കാതിൽ പൂവിൻ്റെ നീലക്കല്ലിനും നാണം നീ ചൂടും നേരത്ത്, അതായിരുന്നു കള്ളിപ്പൂങ്കുയിലായിട്ട് അവർ കൺവേർട്ട് ചെയ്തെടുത്തത്.